മായി പഠിപ്പിക്കുകയാണ്. അലാ അറിയണേ ബിദിക്രില്ല. ഇതിന്റെ ഈ ആയത്തിന് വ്യാഖ്യാനം പറയുന്നത് കാണാം. ബിദിക്രി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ നബി തങ്ങളുടെ പേര് പറയുന്ന മനുഷ്യരുണ്ടോ തത്മഇന്നുൽ ഖുലൂബ്, അവർക്ക് സമാധാനം നിത്യമായി ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അല്ലാഹു ഉയർത്തിയ ദിക്റായതുകൊണ്ട് അതിന് പവറുണ്ട്. അത് നിസ്കാരത്തിൽ ഒരു മനുഷ്യന് ചെയ്യൽ നിർബന്ധമാണ്. അത്തഹിയ്യാത്തിൽ നബി തങ്ങളോട് അഭിസംബോധന ചെയ്യല് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് അനിവാര്യമാണ്. അല്ലാഹു ഒരു നിലയ്ക്കും മാറ്റി നിർത്താത്ത എല്ലാ ഇബാദത്തുകളിലും അല്ലാഹു തആല കൂട്ടുപിടിച്ചത് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി തങ്ങളെ കൂട്ടുപിടിക്കുന്നത് അടിമയായതിന്റെ പേരിലാണ്. അബ്ദുഹു വറസൂലുഹു. നിങ്ങൾ നോക്കൂ, ബാങ്ക് നാം ശ്രദ്ധിക്കാറുണ്ട്. ആ ബാങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നാമം അത് ഉച്ചരിച്ചു കഴിഞ്ഞാൽ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്നിട്ട് മുഅദ്ദിൻ സാഹിബ് പറയുന്ന അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, പ്രപഞ്ചത്തിന്റെ യാഥാർത്ഥ്യമാകുന്ന ആരാധനക്കർഹനായ ഏക ഇലാഹിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. ഈ യാഥാർത്ഥ്യം കേൾക്കുന്ന മുഅ്മിനീങ്ങളെ, സർവ്വ മതസ്ഥരോടും പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ബുദ്ധിയുണ്ട്, അംഗീകരിക്കാമെങ്കിൽ അംഗീകരിക്കാം, നിർബന്ധിതമില്ല. മതത്തിൽ നിർബന്ധമായി അതേ ഒരാളെ പരിവർത്തനപ്പെടുത്തി നിർബന്ധിച്ച് ഇസ്ലാം മതം ഒരിക്കലും സ്വീകരിപ്പിക്കാൻ സാധ്യമല്ല. കാരണം മനസ്സിൽ വിശ്വസിച്ചുകൊണ്ട് മനസ്സിന്റെ പ്രവർത്തനത്തിലൂടെ ആ അനുഗ്രഹീതമായ വിശ്വാസമുണ്ടോ അവന് മാത്രമാണ് പരിശുദ്ധ ഇസ്ലാം മെമ്പർഷിപ്പ് നൽകുന്നത്. അതല്ലാതെ ഒരാളെ നിർബന്ധിപ്പിച്ച് പരിശുദ്ധ ഇസ്ലാമിൽ അംഗത്വം ചേർക്കുന്ന പരിപാടി ലോകത്ത് ഒരൊറ്റ മുസ്ലിമിനുമില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. നഷ്ഹദു എന്നല്ല പറഞ്ഞത്, ഞങ്ങൾ വിശ്വസിക്കുന്നു. സമുദായമേ നമ്മൾ വിശ്വസിക്കണമെന്നല്ല പറയുന്നത്. അയാൾക്ക് സ്ഥാനമുണ്ട് സമൂഹത്തിൽ, ദൂതനാണ്. എന്നാൽ സർവാധിപതിയായ ജഗദാധിപതിയായ അല്ലാഹു സമ്മാനിച്ച നക്ഷത്രമല്ലയോ, ഈ പ്രപഞ്ചത്തിന്റെ സൂര്യനല്ലയോ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സൂര്യപ്രകാശം ഈ പ്രപഞ്ചത്തിൽ മതമുള്ളവനും മതമില്ലാത്തവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ആരാധിക്കുന്നവർക്കും ആരാധിക്കാത്തവർക്കും എല്ലാം ഒരുപോലെ ആ പ്രകാശം ലഭിക്കുന്നുണ്ട്. എന്നാൽ മഹാനായ പ്രവാചകൻ ആ ഒരു മനുഷ്യനാണോ ഈ പ്രപഞ്ചത്തിലുള്ള ജീവനുള്ള വസ്തുക്കളോട് മുഴുവനും അവിടുത്തെ എന്തൊരു കാരുണ്യമാണ്, അവിടുത്തെ എന്തോട് സന്തോഷമാണ്. ആരും സമുദായത്തിലും അതല്ല ഏത് സമുദായക്കാരാണെങ്കിലും അവൻ മനുഷ്യനാണെങ്കിൽ അവനെ പരിഗണിക്കണമെന്ന് പഠിപ്പിച്ച മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് ഇന്ന് പ്രവാചക പ്രകീർത്തനത്തിന് വേണ്ടി ഇതര മത സുഹൃത്തുക്കളാണ് നബിദിനത്തിന്റെ സംഘാടകർ. അവര് പറയുന്നു ഈ പ്രവാചകനെ കുറിച്ച് പറയേണ്ടതുണ്ട്, ഈ നാടിന് സമാധാനം വേണ്ടതുണ്ട്, ഭീകരവാദത്തിൽ നിന്നും തീവ്രവാദത്തിൽ നിന്നും എല്ലാ വിരുദ്ധമായ നയങ്ങളിൽ നിന്നും ഈ പ്രപഞ്ചത്തിനെ സുരക്ഷിതമായി നയിക്കാൻ ഒരു ഏറ്റവും ഉൾക്കിട്ടമായി അള്ളാഹു സമ്മാനിച്ചത് അത് മുഹമ്മദ് നബിയാണെന്ന് ഞങ്ങൾക്ക് ഉറപ്പാണെന്ന് അന്യമതസ്ഥര് പറയാൻ കാരണം ആ പ്രവാചകന്റെ ചരിത്രങ്ങൾ ഇന്ന് ലക്ഷക്കണക്കിന് നമ്മുടെ മുന്നിലുള്ളത് കൊണ്ടാണ്. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നാം മനസ്സിലാക്കുക, ഇത്രയും ഉൾക്കിട്ടനായ ഒരു മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചത്തിൽ സമ്മാനിക്കുമ്പോൾ ആ മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു, ലോകത്തിനോട് പറയണം ഞാനൊരു മനുഷ്യനാണെന്ന് പറയണം. ഞാൻ വന്ന് ഈ സ്റ്റേജിൽ വന്ന് എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ നിങ്ങളുടെ മുന്നിൽ ഞാനൊരു മനുഷ്യനാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയും, ഓ ഇദ്ദേഹത്തിന് സുഖമില്ലാതായിരിക്കുകയാണ് അല്ലേ, പറയില്ലേ? ഞാൻ മനുഷ്യനാണെന്ന് ഞാൻ ഈ സ്റ്റേജിൽ വന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഇദ്ദേഹത്തിന് എന്തോ പറ്റിയെന്ന്. എന്നാൽ പ്രവാചകനെ കുറിച്ച് മനുഷ്യനാണെന്നല്ല പറയിപ്പിച്ചത് എന്തിനാണെന്നറിയുമോ?
പലരും പറയുന്നു ഇത് മാലാഖയാണ്. അത്ഭുതങ്ങൾ കടന്നു വരുമ്പോ പ്രവാചകനിൽ നിന്നും ഉണ്ടാകുമ്പോ ചിലര് പറയുന്നു ഇത് മനുഷ്യനല്ല. അവര് തീരുമാനം പറയുമ്പോ അല്ലാഹ് പറഞ്ഞു, ഓ നബിയേ, ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും, നിങ്ങൾ മനുഷ്യരായതുപോലെ ഞാനും മനുഷ്യനാണ്, പക്ഷേ കേവലം ഒരു മനുഷ്യനല്ല. യൂഹാ ഇലയ്യ, എനിക്ക് സന്ദേശം വരുന്നുണ്ട്. ജിബ്രീലിനെ കാണാനുള്ള കണ്ണെനിക്കുണ്ട്, ജിബ്രീലിന്റെ വാചകം കേൾക്കുന്ന കേൾവിശക്തി എനിക്കുണ്ട്. ഇത് ഈ പ്രപഞ്ചത്തിൽ അല്ലാഹ് സമ്മാനിച്ച ഏറ്റവും ഉൾക്കിട്ടനായ നേതാവാണ് കേട്ടോ. അതല്ലാതെ സാധാരണ അബ്ദുള്ളയുടെയും ആമിനയുടെയും കേവലം ഒരു മനുഷ്യനാണെന്ന് ചിത്രീകരിച്ചുകൊണ്ട് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹ് പരിചയപ്പെടുത്തുന്നില്ല. മറിച്ച് അല്ലാഹു പരിചയപ്പെടുത്തിയ ടൈറ്റിൽ യൂഹാ ഇലയ്യ, എനിക്ക് സന്ദേശം അല്ലാഹുവിൽ നിന്ന് ലഭിക്കുന്നുണ്ട്, ഞാൻ സാധാരണക്കാരനല്ല. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഹബീബിനെ അറിയണം, അന്വേഷിക്കണം. ആ നബി തങ്ങളെ കുറിച്ച് പഠിക്കൽ നമുക്ക് നിർബന്ധമാണ്. പ്രായപൂർത്തിയെത്തിയ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മാതാപിതാക്കളുണ്ടല്ലോ, ആ മാതാപിതാക്കൾ, ആ മനുഷ്യൻ അതാ ആ കുട്ടിപ്രായത്തിൽ ബാല്യകാലഘട്ടത്തിൽ വകതിരിവെത്തുമ്പോൾ ആ നബിയെ കുറിച്ച് പരിചയപ്പെടുത്തൽ നിർബന്ധമാണ്. കാരണം എന്താണെന്നറിയുമോ? അള്ളാഹുവിനെ പരിചയപ്പെടുത്തിയ നേതാവാണല്ലോ. ദൂതനുമായി വിശ്വാസം അർപ്പിക്കുമ്പോഴല്ലേ അള്ളാഹുവിനെ യഥാർത്ഥത്തിൽ വിശ്വസിക്കാൻ സാധിക്കുകയുള്ളൂ. മീഡിയേറ്റർമാരാണ് പ്രവാചകന്മാർ. ആ മീഡിയേറ്റർമാരിൽ ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തിത്വം അൽ മുസ്താൽ അലീം അൽ ഉലമാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇൻഷാ അല്ലാഹ് നിസ്കാരത്തിന് ശേഷം നമുക്ക് ബാക്കി സമയമുണ്ടെങ്കിൽ സംസാരിക്കാം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. നമുക്ക് ഒളു എടുക്കാനൊക്കെ ഉള്ള ആൾക്കാരുണ്ടല്ലോ, അതുകൊണ്ട് ഒളു എടുത്ത് നമുക്ക് ഒന്നിച്ച് ജമാഅത്തായി നിസ്കരിച്ചതിന് ശേഷം ഈ വേദിയെ ധന്യമാക്കി ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സംഘടിപ്പിച്ച ഈ പരിപാടിക്ക് ഏറ്റവും കൂടുതൽ നമ്മളെക്കാളും സന്തോഷിക്കുന്നത് ഈ പള്ളിയുടെ പരിസരത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന നമ്മുടെ മുൻഗാമികൾ, നമ്മുടെ പ്രിയപ്പെട്ട ബന്ധുമിത്രാദികൾ, നമുക്ക് ഈ പള്ളിക്ക് വേണ്ടി കഷ്ടപ്പെട്ടവർ, നമ്മെ നാമാക്കി നമ്മുടെ ഈ ജമാഅത്തിന് വേണ്ടി അവിശ്രമ പരിശ്രമം നടത്തിയ പലരും ഇതിൻ്റെ ചുറ്റുഭാഗത്ത് അന്ത്യവിശ്രമം കൊള്ളുന്നു. അവരുടെ ഖബറിടങ്ങൾ അല്ലാഹു സന്തോഷത്തിന്റെ പൂങ്കാവനമാക്കി, അനുഗ്രഹീതമായ ഭവനമാക്കി അല്ലാഹ് പരിലസിപ്പിക്കുമാറാകട്ടെ, പരിവർത്തനപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് സാന്ദർഭികമായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇതുപോലൊരു അവസരമല്ലയോ, ഇതുപോലൊരു വാളിന്റെ മജ്ലിസൊക്കെ ഉണ്ടെങ്കിൽ എപ്പോഴും പ്രാർത്ഥന ലഭിക്കും. നാം ഇവിടെ കിടക്കേണ്ടവരാണ്. നമുക്കും ഒരു സമാധാനത്തിന്റെ പ്രാർത്ഥന കിട്ടിയാൽ അൽഹംദുലില്ലാഹ് രക്ഷപ്പെട്ടു. 5 മിനിറ്റ് കൂടെ ഉണ്ടെന്ന്. 5 മിനിറ്റ് ഒതു കൊടുക്കാനൊക്കെ വേണം, മൂത്രം ഒഴിക്കാനൊക്കെ ആൾക്കാരുണ്ടാവുമല്ലോ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് നിർത്താം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമം സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ MLA അവർകളൊക്കെ വരും. വളരെ അനുഗ്രഹീതമായ പ്രഭാഷകനാണ് അദ്ദേഹം ഞാൻ ഉമേനല്ലൂർ ജമാഅത്തിലിരിക്കുമ്പോൾ ഇതുപോലൊരു നബിദിന സമ്മേളനത്തിന് അദ്ദേഹം വന്നു. വളരെ കാര്യമാത്ര പ്രസക്തമായ വിഷയം അവതരിപ്പിക്കുകയും അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം കഴിഞ്ഞാൽ LCD-യിലൂടെ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്ന മുഹമ്മദ് റിയാസ് ആലുവയുടെ പ്രഭാഷണമാണ്. അത് വിഷയം ജനനം, മരണം, ഖബർ. ഈ വിഷയം വളരെ അനുഗ്രഹീതമായ ഒരു വിഷയമാണ്. ഇത് നിങ്ങൾ ശ്രവിക്കണം, ഇത് കാണുകയും ചെയ്യാം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരും പ്രിയങ്കരികളായ ഉമ്മപെങ്ങന്മാരും ഇതിനു വേണ്ടി ഇത് അകലെ നിന്ന് വീട്ടിൽ നിന്ന് കേൾക്കാൻ സാധിക്കുമെങ്കിലും കാണാൻ സാധിക്കണമെങ്കിൽ ഇവിടെ വന്നാൽ പ്രിയങ്കരികളായ ഉമ്മപെങ്ങന്മാർക്ക് ഇവിടെ ജമാഅത്ത് കമ്മിറ്റിക്കാർ പ്രത്യേകമായ വേദി ഒരുക്കിയിട്ടുണ്ട് എന്ന് ഞാൻ സാന്ദർഭികമായി ഉണർത്തുന്നു. എൻ്റെ പ്രിയങ്കരികളായ ഉമ്മപെങ്ങന്മാർ വീട്ടിലിരുന്ന് കേൾക്കാതെ ഇൽമിന്റെ മജ്ലിസിലേക്ക് കടന്നു വരണമെന്ന് സാന്ദർഭികമായി ഉണർത്തുന്നു. അതുപോലെ പ്രിയപ്പെട്ട യുവാക്കള്, രക്ഷിതാക്കള്, എല്ലാം ഭവനത്തിൽ ഇരിക്കുന്ന ആൾക്കാർ ഈ ഇൽമിന്റെ സ്വർഗീയമായ വേദിയിലേക്ക് കടന്നിരിക്കണമെന്ന് സാന്ദർഭികമായി ഉണർത്തി തൽക്കാലം വിട. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്.
വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന പണ്ഡിത ശ്രേഷ്ഠരെ, ഈ ജമാഅത്തിന്റെ ഭാരവാഹികളായ സുഹൃത്തുക്കളെ, നല്ലവരായ സഹോദരി സഹോദരന്മാരെ, ജഗന്നിയന്താവായ നാഥന്റെ അപാരമായ അനുഗ്രഹം നമ്മുടെ മേൽ സദാ വർഷിക്കുമാറാകട്ടെ എന്ന് ഞാൻ ആദ്യമായി പ്രാർത്ഥിക്കുകയാണ്. വളരെ മാതൃകാപരമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇളമ്പള്ളൂർ മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള നബിദിനാഘോഷ പരിപാടികളിലാണ് നമ്മൾ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകാനുഗ്രഹിയായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ 1488ാമത് ജന്മദിനമാണ് ലോകമെമ്പാടും വൈവിധ്യങ്ങളാർന്ന പരിപാടികളോടെ ആചരിക്കുകയോ ആഘോഷിക്കുകയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏതെങ്കിലും ഒരു ജനവിഭാഗത്തോടല്ല തൻ്റെ ആശയങ്ങളും അല്ലാഹുവിൽ നിന്ന് അവതീർണമായ വേദവാക്യങ്ങളും പറഞ്ഞുകൊടുത്തത്. ലോകത്തിനാകമാനമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവയെല്ലാം പഠിപ്പിച്ചത്, പ്രചരിപ്പിച്ചത്. ചിലരെങ്കിലും കരുതുന്നത് ഇസ്ലാം മുഹമ്മദ് നബി സ്ഥാപിച്ച മതമാണ് എന്നാണ്. അങ്ങനെ വിചാരിക്കുന്നവരാണ് മുസ്ലിങ്ങളല്ലാത്ത മഹാഭൂരിഭാഗം വരുന്ന ആളുകൾ. അതുകൊണ്ടാണ് പാശ്ചാത്യ പണ്ഡിതന്മാരും ചരിത്രകാരന്മാരും ഇസ്ലാമിനെ കുറിച്ച് പറയുമ്പോൾ മുഹമ്മഡാനിസം എന്ന് വിശേഷിപ്പിക്കുന്നത്. മുഹമ്മദിന്റെ ആശയങ്ങൾ, മാർക്സിന്റെ ആശയത്തെ മാർക്സിസം എന്ന് പറയുന്നത് പോലെ, ലെനിന്റെ ആശയങ്ങളെ ലെനിനിസം എന്ന് പറയുന്നത് പോലെ, മുഹമ്മദ് ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ച ആശയങ്ങളെ മുഹമ്മഡാനിസം എന്ന് വിശേഷിപ്പിച്ചത്. ആദ്യ മനുഷ്യനായിരുന്ന ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്നെ ഒരു പ്രവാചകനായിട്ടാണ് ലോകത്തിലേക്ക് അവതീർണനായത്. ഇസ്ലാമിന്റെ ആരംഭം അവിടെ തുടങ്ങുന്നു. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിലൂടെ അതിന്റെ പൂർത്തീകരണമാണ് നടന്നത്. ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ, വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ പ്രവാചകന്മാർ അവതരിപ്പിക്കപ്പെടുകയുണ്ടായി. 100,000-ലധികം പ്രവാചകന്മാരാണ് വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ, വ്യത്യസ്ത സമൂഹങ്ങളിൽ
അള്ളാഹുവിന്റെ ദർശനവും കൊണ്ട് അവതരിപ്പിക്കപ്പെട്ടത്. തന്റെ മുൻഗാമികൾ കൊണ്ടുവന്ന ആശയങ്ങളുടെ, ആദർശങ്ങളുടെ, ധർമ്മസംഹിതകളുടെ പൂർത്തീകരണമാണ് മുഹമ്മദ് നബിയിലൂടെ നടന്നത്. അതുകൊണ്ട് തന്നെയാണ് ലോകത്ത് എല്ലാ മതപ്രവാചകന്മാരെയും അംഗീകരിക്കൽ ഒരു മുസ്ലിമിന്റെ കടമയും ബാധ്യതയുമായത്. 1,00,000-ലധികം വരുന്ന പ്രവാചകന്മാർ, അവരെ മുഴുവൻ അംഗീകരിക്കുക എന്നുള്ളത് ഒരു മുസൽമാന്റെ വിശ്വാസപരമായ ബാധ്യതയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ മതവിശ്വാസികളായിട്ടുള്ള വിഭാഗങ്ങളായിട്ടുള്ള ക്രൈസ്തവ സഹോദരന്മാർ, അവർ ഏറെ ബഹുമാനിക്കുന്ന വ്യക്തിത്വത്തിന്റെ ഉടമയാണ് ജീസസ് ക്രൈസ്റ്റ്. മുസ്ലിങ്ങൾ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് ജീസസ് ക്രൈസ്റ്റിനെ വിളിക്കും. ജീസസ് ക്രൈസ്റ്റിനെ പ്രവാചകനായി അംഗീകരിക്കാത്തവന് ഒരിക്കലും ഇസ്ലാം മതവിശ്വാസിയായി ജീവിക്കാനാവില്ല. ജൂതമതക്കാർ ഏറെ ബഹുമാനിക്കുന്ന വ്യക്തിത്വത്തിന്റെ ഉടമയാണ് മോസസ്. മുസ്ലിങ്ങൾ മോസസിനെ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് വിളിക്കുന്നു. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അഥവാ മോസസിനെ അംഗീകരിക്കാത്ത ഒരാൾക്ക് യഥാർത്ഥ മുസ്ലിമാകാൻ കഴിയില്ല. എല്ലാ വിശ്വാസങ്ങളെയും വേദഗ്രന്ഥങ്ങളെയും ആദരിക്കുവാൻ ഒരു മുസ്ലിം ബാധ്യതപ്പെട്ടവനാണ്, വിശ്വാസപരമായിട്ട് തന്നെ. ആരാണ് ഒരു വിശ്വാസി, ഒരു മുസ്ലിം എന്ന് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇന്നല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബ്ലിക. മുഹമ്മദേ, അവർ താങ്കൾക്ക് ഇറക്കപ്പെട്ട ഗ്രന്ഥത്തിൽ മാത്രം വിശ്വസിക്കുന്നവരല്ല, താങ്കൾക്ക് മുമ്പ് ഇറക്കപ്പെട്ട ഗ്രന്ഥങ്ങളിലും അവർ വിശ്വസിക്കുന്നു. ലോകത്തൊരു പക്ഷേ ഇങ്ങനെ ഒരു വിശേഷണം ഒരു മതവിഭാഗത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ മാത്രമായിരിക്കും നടത്തിയിട്ടുണ്ടാവുക. നിനക്ക് അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥത്തിൽ വിശ്വസിക്കുന്നവർ മാത്രമല്ല അവർ, ലോകത്ത് നിനക്ക് മുമ്പ് അവതീർണമായിട്ടുള്ള മുഴുവൻ ഗ്രന്ഥങ്ങളിലും അവർ വിശ്വസിക്കുന്നു. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ഇറക്കപ്പെട്ട വേദഗ്രന്ഥത്തിൽ വിശ്വസിക്കുവാൻ നമ്മൾ ബാധ്യതപ്പെട്ടവരാണ്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അവതീർണമായിട്ടുള്ള ഗ്രന്ഥത്തിൽ വിശ്വസിക്കുവാൻ നമ്മൾ ബാധ്യതപ്പെട്ടവരാണ്. അങ്ങനെ വിശ്വസിക്കാത്ത ഒരാൾക്ക് ഇസ്ലാമിൽ സ്ഥാനമുണ്ടാവില്ല. ഇന്ത്യയിലും പ്രവാചകന്മാർ വന്നിരിക്കണം. ഇന്ത്യ പ്രവാചകന്മാരുടെ പാദസ്പർശമേൽക്കാതെ കടന്നു പോകാൻ ഇടയില്ലല്ലോ. കോടിക്കണക്കിന് വരുന്ന ജനങ്ങൾ. വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്, പ്രവാചകൻ അടിവരയിട്ട് പറഞ്ഞിട്ടുണ്ട്, ലോകത്തിലെ ഒരു നാടും ഒരു സമൂഹവും ഒരു കാലഘട്ടവും പ്രവാചകന്മാരുടെ സാന്നിധ്യമില്ലാതെ കടന്നു പോയിട്ടില്ല. എങ്കിൽ തീർച്ചയായും ഇന്ത്യയിലും പ്രവാചകന്മാർ വന്നിരിക്കും. ആ പ്രവാചകന്മാർ വിട്ടേച്ചുപോയ ദർശനത്തിന്റെ പൗരോഹിത്യ കൈകടത്തലുകൾക്ക് വിധേയമായ രൂപമാകാം ഹൈന്ദവ ദർശനമായി ഇന്നും നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നത്.
അതുകൊണ്ട് തന്നെ ഹിന്ദുമത വിശ്വാസികൾ ആദരിക്കുന്ന, ആരാധിക്കുന്ന ദൈവങ്ങളെ അപമതിച്ച് സംസാരിക്കുക എന്നുള്ളതും ഒരു മുസ്ലിമിന് ചേർന്നതല്ല. അല്ലാഹുവേതര അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആരാധ്യ വസ്തുക്കളെ നിങ്ങൾ ചീത്ത പറയരുത് കേട്ടോ. അങ്ങനെ നിങ്ങൾ ചീത്ത പറഞ്ഞാൽ നിങ്ങളുടെ ദൈവത്തെയും നിങ്ങളുടെ ആരാധ്യനെയും അവർ ചീത്ത പറയും. അതുകൊണ്ട് മറ്റുള്ളവരുടെ ആരാധനാ മൂർത്തികളെ അപമതിച്ച് സംസാരിക്കുക എന്നുള്ളത് പോലും ഒരു മുസ്ലിമിന് യോജിച്ചതല്ല. ഒരു ബഹുമത സാമൂഹ്യ സംവിധാനത്തിൽ ഇതിൽ പരം മതേതരമായ കാഴ്ചപ്പാട് മറ്റെന്താണ് ഉള്ളത്? എല്ലാ വിശ്വാസധാരകളെയും അംഗീകരിക്കുക, എല്ലാ മതപ്രവാചകന്മാരെയും അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുക. സൗഹൃദപരമായിട്ടുള്ള ആശയ സമന്വയം അതാണ് നിർവഹിക്കപ്പെടേണ്ടത് എന്ന് ഇസ്ലാം പ്രഖ്യാപിക്കുന്നു. ഇത്രയും വിശാലമായ ഒരു ദർശനത്തെയാണ് നമ്മൾ അതിസങ്കുചിതമായ ഒന്നായി ദുർവ്യാഖ്യാനം ചെയ്യുന്നത്. ഇസ്ലാം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ സമാധാനം എന്നാണ്. സമാധാനത്തിന്റെ ദൂതൻ എന്നാണ് മുസ്ലിം എന്ന വാക്കിന്റെ അർത്ഥം. ഒരു വിശ്വാസ സംഹിതയുടെ, ഒരു മതത്തിന്റെ പേര് തന്നെ സമാധാനം. ആ മതത്തിൽ വിശ്വസിക്കുന്നവരുടെ വിശേഷണം സമാധാനത്തിന്റെ വാഹകന്മാർ. ശാന്തിയുടെ ദൂതുമായി കലാപകലുഷിതമായ അന്തരീക്ഷങ്ങളിൽ പ്രവർത്തിക്കുവാൻ ബാധ്യതപ്പെട്ടിട്ടുള്ളവരാണ് ഇസ്ലാം മതവിശ്വാസികൾ. നമ്മളത് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. നമുക്കത് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് വിഷയം. ഒരു ആത്മവിചിന്തനത്തിന് നമ്മൾ ഓരോരുത്തരും തയ്യാറാകേണ്ടതുണ്ട്. ഇസ്ലാം ഒരുപാട് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇസ്ലാം ഇത്രമേൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടത് എങ്ങനെയാണ്? അതിൽ നമുക്കും ഒരു പങ്കുണ്ട്. യഥാർത്ഥ ഇസ്ലാമിനെ അല്ല പലപ്പോഴും നമ്മൾ സമൂഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. വ്യക്തിപരമായ, അധികാരപരമായിട്ടുള്ള കാരണങ്ങളാൽ വക്രീകരിക്കപ്പെട്ട നിലയിലാണ് ഇസ്ലാമിന്റെ ചില ആശയങ്ങൾ സമൂഹത്തിൽ പ്രചരിപ്പിക്കപ്പെട്ടത്. എനിക്ക് തോന്നാറുണ്ട്, നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുമുണ്ട്, ഇസ്ലാമിന്റെ ബഹുഭാര്യത്വ സങ്കല്പം ഇസ്ലാമിനെ അപമതിച്ച് സംസാരിക്കാൻ സഹോദര മതസ്ഥരായിട്ടുള്ള പലർക്കും ഹേതുവാകാറുണ്ട്. ബഹുഭാര്യത്വം വളരെ അത്യപൂർവമായിട്ടുള്ള ഒരു സാമൂഹ്യ സാഹചര്യത്തിൽ അനുവദിക്കപ്പെട്ടിട്ടുള്ള ഒന്നാണ്. അത് മുസ്ലിങ്ങൾക്ക് അറിയാവുന്നത് കൊണ്ടാണ് അനുവദിക്കപ്പെട്ടിട്ടും മുസ്ലിങ്ങളിലെ 99% ആളുകളും ഏകഭാര്യത്വ സമ്പ്രദായം തന്നെ അവരുടെ ജീവിതത്തിൽ പുലർത്തിപ്പോരുന്നത്. ഇസ്ലാമിക ശരീഅത്ത് ഒന്നിലധികം വിവാഹം കഴിക്കാൻ മുസ്ലിങ്ങൾക്ക് അനുവാദം നൽകുന്നു. അത്യപൂർവമായ ചില സാഹചര്യങ്ങളിൽ. അത്തരം സാഹചര്യങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളാരും അനുവദിക്കപ്പെട്ടിട്ടും ബഹുഭാര്യത്വം നമ്മളുടെ ജീവിതത്തിൽ പുലർത്താത്തത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വൈവാഹിക ജീവിതം
ഏറെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒന്നാണ്. ബഹുഭാര്യത്വത്തെ അതിശക്തമായി ന്യായീകരിക്കുമ്പോൾ പലപ്പോഴും നാം പറയാതെ പോയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ആദ്യത്തെ വിവാഹം കഴിക്കുന്നത് അദ്ദേഹത്തിന് 25 വയസ്സ് പ്രായമുള്ളപ്പോഴാണ്. 45 വയസ്സുള്ള ഖദീജ ബീവി റളിയല്ലാഹു അൻഹയെയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിക്കുന്നത്. നീണ്ട 25 വർഷം, 1/4 നൂറ്റാണ്ട് ഏകഭാര്യനായി ജീവിച്ചയാളാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തെ വിവാഹം റസൂൽ കഴിക്കുന്നത് ഖദീജ ബീവിയുടെ മരണത്തിന് ശേഷം മാത്രമാണ്. രണ്ടാമത്തെ വിവാഹം റസൂൽ കഴിക്കുന്ന സന്ദർഭത്തിലും റസൂൽ പറഞ്ഞൊരു വാക്കുണ്ട്, എന്റെ ഖദീജ ജീവിച്ചിരുന്നു എങ്കിൽ ഞാൻ രണ്ടാമതൊരു വിവാഹം കഴിക്കുമായിരുന്നില്ല എന്ന്. നമ്മളുടെ ഖദീജമാർ മരിക്കാത്തത് കൊണ്ടാണ് നമ്മൾ രണ്ടാമതൊരു വിവാഹത്തെ കുറിച്ച് ചിന്തിക്കാത്തത്. സൗദി അറേബ്യയിൽ വെച്ച് മുസ്ലിം പണ്ഡിതന്മാരുടെ